നമസ്കാരം. മെട്രോ മാറ്റ്നി ന്യൂസിലേക്ക് സ്വാഗതം. ഗംഭീര അഭിപ്രായങ്ങളുമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാളികപ്പുറം. കേരളത്തിന് പുറത്തും ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രം കയ്യടി നേടുന്നത്. ഡിസംബർ 30-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം രണ്ടാം വാരവും മുന്നേറുമ്പോൾ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ചിത്രം 25 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് മാളികപ്പുറം പടികയറുന്നത്. സൺഡേ ബോക്സ് ഓഫീസിൽ രാജ്യത്തെ തന്നെ ടോപ്പ് ലിസ്റ്റിലും മാളികപ്പുറം ഇടം നേടി. കല്യാണി എന്ന 8 വയസ്സുകാരിയുടെയും അവളുടെ സൂപ്പർ ഹീറോ ആയ അയ്യപ്പന്റെയും കഥ പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ വിഷ്ണു ശശിശങ്കറാണ്. അഭിലാഷ് പിള്ളയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള ഉണ്ണിമുകുന്ദന്റെ ചുവടുവയ്പ്പാണ് മാളികപ്പുറമെന്ന് ആരാധകരും സിനിമാ പ്രേമികളും വിശേഷിപ്പിക്കുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. മനോജ് കെ ജയൻ, സൈജു കുറുപ്പ്, രമേശ് പിഷാരടി, സമ്പത്ത് റാം, ആൽഫി പഞ്ഞിക്കാരൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഛായാഗ്രഹണം വിഷ്ണു നാരായണൻ, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്, സംഗീതം പശ്ചാത്തല സംഗീതം രഞ്ജിൻ രാജ്, ആൻഡ്രോ ജോസഫും വേണു കുന്നപ്പിള്ളിയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം തിയേറ്ററിൽ എത്തിയതോടെ ഒട്ടേറെ പ്രമുഖർ ചിത്രത്തിനും ഉണ്ണിമുകുന്ദനും സംവിധായകനുമെല്ലാം അഭിനന്ദനങ്ങൾ അറിയിച്ചു വന്നിരുന്നു. ഇപ്പോൾ മാളികപ്പുറം സിനിമയിലെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ അരിമണിയിൽ തീർത്തിരിക്കുകയാണ് ശ്രീരാജ് എന്ന യുവാവ്. ചിത്രരചനയിൽ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തി മുൻപും ശ്രദ്ധേയനായ ചിറവംമുട്ടം രഞ്ജിത്ത് ഭവനിൽ ശ്രീരാജ് സിനിമയിലെ കഥാപാത്രങ്ങളെ അരിമണികൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തി. 1 മീറ്റർ നീളവും വീതിയുമുള്ള പ്ലൈവുഡിൽ അരി വിതറി ഇതിൽ നിന്ന് ആകൃതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. 1 മുറം വെള്ള അരി ഉപയോഗിച്ച് 10 മണിക്കൂർ കൊണ്ടാണ് കലാസൃഷ്ടി പൂർത്തിയായത്. സിനിമയിലെ നായകൻ ഉണ്ണിമുകുന്ദൻ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ വേറിട്ട ചിത്രം പങ്കുവച്ചിരുന്നു. മുൻപ് ഗോതമ്പ് കൊണ്ട് ഉണ്ണിമുകുന്ദന്റെ ചിത്രം ശ്രീരാജ് ഒരുക്കിയിരുന്നു. പൃഥ്വിരാജിന്റെയും കുടുംബത്തിന്റെയും ചിത്രം അരിമണി ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്തതിന് ശ്രീരാജിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചിരുന്നു. ഒട്ടേറെ ചലച്ചിത്ര താരങ്ങളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഹൈലൈറ്റുകളിൽ ഒന്ന് അതിന്റെ BGM ആണ്. കൂടാതെ രഞ്ജിൻ രാജ് സിനിമയെ മറ്റു തലത്തിലേക്ക് എത്തിച്ചു എന്നതാണ്. വിഷ്ണു നാരായണന്റെ ക്യാമറ മികച്ചതാണ്. എഡിറ്റിംഗ് വിഭാഗത്തിൽ ഷമീർ മുഹമ്മദ് പതിവ് പോലെ തന്റെ ജോലി ഭംഗിയായി ചെയ്തു. ദേവനന്ദ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ നിഷ്കളങ്കമായ പുഞ്ചിരി നൽകുമ്പോൾ ഒരാൾക്ക് അവളിൽ നിന്ന് കണ്ണുകൾ എടുക്കാൻ കഴിയില്ല. സൈജു കുറുപ്പും ഉണ്ണിമുകുന്ദനുമായുള്ള അവളുടെ കെമിസ്ട്രി കാണാൻ തന്നെ ഒരു രസമാണ്. ശ്രീപദ് അവളെ പിന്തുണച്ച് ഞങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വരുത്തി. ചിരിപ്പിക്കാൻ മാത്രമല്ല കരയിക്കാനും കഴിയുമെന്ന് അച്ചായിയായി എത്തിയ സൈജു കുറുപ്പ് തെളിയിച്ചു. തിയേറ്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ അച്ചായി നമ്മളെ വേട്ടയാടും. പൊളിച്ചു ബ്രോ. ഉണ്ണിമുകുന്ദൻ. അദ്ദേഹത്തിന്റെ ഊർജ്ജത്തെയും സ്ക്രീൻ സാന്നിധ്യത്തെയും കുറിച്ച് പറയാൻ വാക്കുകളില്ല. മാളികപ്പുറമായി അഭിനയിച്ച ദേവനന്ദ എന്ന ബാലതാരവും ശ്രദ്ധ നേടുകയാണ്. കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കി 4.5 വയസ്സു മുതൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. തൊട്ടപ്പൻ എന്ന ചിത്രത്തിൽ തുടങ്ങിയ അഭിനയ ജീവിതം മിന്നൽ മുരളി, മൈസാൻഡ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. റിലീസിന് തയ്യാറെടുക്കുന്ന 2018 നെയ്മർ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിക്കുന്നുണ്ട്. മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ പേരെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഈ സിനിമയ്ക്ക് വേണ്ടി 75 ദിവസം വ്രതമെടുത്തിട്ടാണ് അഭിനയിച്ചത്. ആദ്യമായിട്ടാണ് ശബരിമലയിൽ പോയത്. മാളികപ്പുറത്തിലെ കല്ലുമോളെ പോലെ എനിക്കും ആദ്യമായി ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണാൻ കഴിഞ്ഞു. സിനിമയുടെ ഷൂട്ടിംഗ് കുറച്ചു ദിവസം ശബരിമല നട തുറന്നിരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ അയ്യപ്പന് മുന്നിൽ പോയി നന്നായി തൊഴുതു എന്നും ഇപ്പോൾ എല്ലാവരും എന്നെ മാളികപ്പുറം എന്നാണ് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് എന്നും കുഞ്ഞു ദേവനന്ദ പറയുന്നു.